കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് പഞ്ചായത്തിൽ ചില വാർഡുകളിൽ മഞ്ഞപ്പിത്തബാധ സ്ഥിരീകരിച്ചു. 200ഓളം പേർക്ക് വടക്കമ്പാട് HSSലെ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിന്റെ കണക്ക് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തത്തിന് കാരണമായ സ്രോതസ് ഇതുവരെ വ്യക്തമായിട്ടില്ല. സ്കൂളിലെ വെള്ളവും പരിശോധിച്ചിൽ വെള്ളത്തിൽ രോഗാണുക്കൾ ഇല്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ചങ്ങരോത്ത് പഞ്ചായത്തിലെ 19 വാർഡുകളിലും 6 വാർഡിൽ ഒഴികെ എല്ലാ വാർഡുകളിലും മഞ്ഞപ്പിത്തം ബാധിച്ചവരുണ്ട്. അവരിൽ ചിലർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. കുടുംബശ്രീ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും രോഗം ബാധിച്ചവരുടെ വീടുകളിൽ സന്ദർശനം നടത്തി രോഗം പടരാതിരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വ്യാപകമായ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രോഗബാധയുടെ ശരിയായ ഉറവിടം കണ്ടെത്തണമെന്ന് PTA ആവശ്യപ്പെട്ടു. വടക്കമ്പാട് HSSലെ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ മഞ്ഞപ്പിത്തം ബാധിച്ച പശ്ചാത്തലത്തിൽ DMO ഡോക്ടർ N. രാജേന്ദ്രൻ സ്കൂൾ സന്ദർശനം നടത്തി അധികൃതരോട് വിവരങ്ങൾ തേടി. ഏതാനും കുട്ടികളുടെയും വീട്ടിലെത്തി ചങ്ങരോത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസിലുമെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 200ലേറെ പേർക്ക് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. ചിലർ ആശുപത്രി ചികിത്സയിലാണ്. സെപ്റ്റംബർ 7-നാണ് +1 വിദ്യാഭ്യാസത്തിലെ 3 വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടത്. സ്കൂൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഉടനെ തന്നെ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിക്കുകയും ചെയ്തു. ഓരോ ദിവസം കഴിയുന്തോറും പരിശോധന നടത്തുമ്പോൾ രോഗബാധിതരുടെ എണ്ണം കൂടുമ്പോൾ ജനങ്ങൾ ആശങ്കയിലാണ്. സ്കൂളിനടുത്തുള്ള കൂൾബാറിലെ ജീവനക്കാരിക്ക് മഞ്ഞപ്പിത്ത രോഗബാധ ഉണ്ടായതാണ് ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച വിവരം. ജനങ്ങളുടെ ആവശ്യം സമീപ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്ത ബാധ പടരാതിരിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വിഭാഗം പരിശോധന വ്യാപിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം. കൂടുതൽ പേർക്ക് രോഗം വന്നതിനാൽ ഒരു പൊതു സ്രോതസ്സിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി ചില കൂൾബാറുകൾ ആരോഗ്യവിഭാഗം അടപ്പിച്ചിരുന്നു. അതിനിടയിൽ തന്നെ സ്കൂളിനടുത്തുള്ള ഒരു കിണറിലെ വെള്ളം പരിശോധന നടത്താതെ തന്നെ പെട്ടെന്ന് ക്ലോറിനേഷൻ ചെയ്തതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇനിയും കോഴിക്കോട് സ്കൂളിനടുത്തുള്ള ചില കടകളിലും കൂൾബാറിലും ജനങ്ങളുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. ഈ ക്യാമറമാൻ ഷാജി പയ്യോള. വിദ്യാലയത്തിലെ ഇപ്പം ഏകദേശം 180ഓളം കുട്ടികൾക്കാണ് രോഗം ബാധിച്ചത്. അത് കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ 7-ാം തീയതിയാണ് സ്കൂളിൽ ഔദ്യോഗികമായിട്ട് ഇൻക്വയറി റിപ്പോർട്ട് കിട്ടുന്നത്. അത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സ്കൂൾ സന്ദർശിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴേക്ക് കൂടുതൽ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തും അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം തന്നെ സ്കൂൾ സന്ദർശിച്ച് ആവശ്യമായ മുൻകരുതൽ ചെയ്യാൻ ആവശ്യപ്പെടുകയും PTA ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ PTA ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്തു. അതിൽ ചങ്ങരോത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ ആനന്ദ് ഈ രോഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം എന്ന് കൃത്യമായി ഡോക്ടർ വിശദീകരിച്ചിട്ടുണ്ട്. തുടർന്ന് എന്നാൽ ക്രമേണ കൂടുതൽ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ടായി. സ്കൂളിലെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പരിശോധിക്കുകയും അതിൽ ഒരു പ്രയാസവും ഇല്ല, അണുക്കളൊന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ സമീപത്തെ ഒരു ബേക്കറിയിൽ നിന്നാണ് ഇത് വരാൻ സാധ്യത എന്നാണ്. കാരണം അവിടെ വെള്ളം പരിശോധന ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതിനു മുന്നേ അവിടെ ക്ലോറിനേഷൻ നടത്തിയതുകൊണ്ട് അവിടുത്തെ കുടിവെള്ളം പരിശോധിച്ചിട്ടില്ല. അപ്പം ഇനി ആ പരിശോധന കൂടി പൂർത്തിയായാലേ പൂർണ്ണമായും അവിടെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. വടക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. പേര് അനിൽ. ഈ വിദ്യാലയത്തിലെ ഏകദേശം 150ഓളം വിദ്യാർത്ഥികൾക്കാണ് മഞ്ഞപ്പിത്ത രോഗബാധ ഉണ്ടായത്. രോഗബാധയുടെ ഉറവിടം ഇതുവരെ ലഭ്യമായിട്ടില്ല. സ്കൂളിലെ കുടിവെള്ള സ്രോതസ്സുകളായ കിണറും അതുപോലെ വാട്ടർ പ്യൂരിഫയറും ഒക്കെ തന്നെ പരിശോധിച്ചതിൽ രോഗവിമുക്തമാണെന്നും അത്തരം അണുക്കളൊന്നും തന്നെ ഇല്ല എന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്.
സമീപപ്രദേശത്തെ കടകളിൽ നിന്നാകാം എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റ് കൂടുതൽ അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ഏകദേശം ഹൈസ്കൂൾ വിഭാഗത്തിലെ 8 കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 14ഓളം കുട്ടികളാണ് അഡ്മിറ്റായിട്ടുള്ളത്. ആരുടെയും രോഗാവസ്ഥ ഗുരുതരമല്ല. ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും ഒക്കെ തന്നെ കൃത്യമായി സ്കൂളിൽ ഇടപെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ ബോധവൽക്കരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അധ്യാപകരുടെയും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെയും PTA ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര് ബാലനാണ്. വടക്കുംപാട് സ്കൂളിൽ എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ മഞ്ഞപ്പിച്ചാൽ ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതാണ്, ഞാൻ MMAക്ക് ഒരു സ്ഥാപനം ഈ വടക്കുംപാട് നടത്തുന്നുണ്ട്. അവിടുന്ന് വെള്ളം കുടിച്ച കുട്ടിയൊക്കെയാണ് ഈ കേസ് വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തെന്ന മക്കൾക്കടക്കം ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ MMAക്ക് വെള്ളം കുടിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ വടക്കുംപാട് സ്കൂളിൻ്റെ മുന്നിൽ തന്നെ കളിച്ചു വന്നിട്ടാണ് ഞാൻ. ഈ സംഭവത്തിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ MMAക്കാണ് എൻ്റെ പരമായ സംശയം. എനിക്ക് അവിടെ വെള്ളം കുടിച്ച കുട്ടിയാണ് ഏകദേശം ആൾക്കാർക്ക് ഈ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അറിയാൻ കഴിഞ്ഞ എങ്ങനെയാണ് പിന്നെ 10-20 കുട്ടിയൊക്കെ ഉണ്ടാകുന്ന അവർ എന്നിട്ട് ഇനിയും വ്യാപനം കൂടുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ സ്കൂളായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എൻ്റെ അഭിപ്രായം. സ്കൂളിൽ കഴിഞ്ഞ ദിവസം വെള്ളം പരിശോധിച്ചു. പിന്നെ കടിയങ്ങാട് അടുത്ത് ഡോക്ടറിൻ്റെ റിപ്പോർട്ട് പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതായിട്ട് പറയാനുള്ളത്. നല്ല ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ട് ടെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4-5 ഒരാഴ്ചകളോളമായി വളരെ ശക്തമായ പരിശോധനയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തുനിന്ന് വന്നതാണ് മഞ്ഞപ്പിട്ടെന്നാണ് പറയുന്നത്. സ്കൂളിൻ്റെ അടക്കുംപാട് ഹൈസ്കൂളിൽ താഴെ റേഷൻ കട നടത്തുന്ന രവീന്ദ്രനാണ് എൻ്റെ പേര്. അടക്കുംപാട് ഹൈസ്കൂളിൽ മഞ്ഞപ്പിത്തുമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ജാഗ്രതയോടെ പരിശോധിക്കുന്നുണ്ട്. പഞ്ചായത്ത്, ഹെൽത്ത് എല്ലാ ആൾക്കാരും വളരെ ശക്തമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും 3-4 ദിവസമായിട്ട് ക്യാമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൻ്റെ ഭാഗത്ത് നല്ല ജാഗ്രതയോടുകൂടി തന്നെയാണ് സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്.